പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ ലോകത്തെ ആകെ മുൾമുനയിൽ നിർത്തുകയാണ്. അമേരിക്കൻ സൈനികർ ഇറാന്റെ പിടിയിലായോ? അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിന്റെ 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ സങ്കല്പിക്കാവുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യുദ്ധം ആരംഭിച്ചത് മുതൽ നിരവധി അമേരിക്കൻ സൈനികരെ തങ്ങൾ പിടികൂടി എന്നാണ് ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാരിജാനി ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്നാൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഈ അവകാശവാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തങ്ങളുടെ ഒരു സൈനികനെയും ഇറാൻ തടവുകാരനാക്കിയിട്ടില്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. വാക്പോരുകൾക്കപ്പുറം യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യം അതീവ ഭയാനകമാണ്. ഇതുവരെ ഇറാനിൽ 1230 പേർക്കും ലബനനിൽ 200-ലധികം പേർക്കും ജീവൻ നഷ്ടമായി. 6 അമേരിക്കൻ സൈനികരും ഈ പോരാട്ടങ്ങളിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ ഇസ്രായേൽ സേനകൾ സംയുക്തമായി ടെഹ്റാനിലെ എണ്ണ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം വലിയ തീപിടുത്തത്തിന് കാരണമായി. ഇതിനു പിന്നാലെ ശനിയാഴ്ച രാവിലെ 80-ലധികം ഇസ്രയേലി യുദ്ധവിമാനങ്ങളാണ് ടെഹ്റാനിലെ ഇമാം ഹുസൈൻ സർവകലാശാലയിലും ഭൂഗർഭ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിലും വൻ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയാകെ ഒരു അഗ്നിപർവ്വതം പോലെയാണ് പുകയുന്നത്. വ്യോമാക്രമണങ്ങളെയും മിസൈൽ മുന്നറിയിപ്പുകളെയും തുടർന്ന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. വെറും 24 മണിക്കൂറിനുള്ളിൽ 200-ലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് ബഹ്റൈനും സൗദി അറേബ്യയും ചേർന്ന് തടഞ്ഞത്. ഇതിനിടെ അയൽ രാജ്യങ്ങളോട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മാപ്പ് പറയുകയും ആക്രമണങ്ങൾ നിർത്തുമെന്ന് അറിയിക്കുകയും ചെയ്തുവെങ്കിലും യുദ്ധത്തിന്റെ തീവ്രത ഒട്ടും തന്നെ കുറയുന്നില്ല. ഇതിനിടയിലാണ് നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തീരുമാനിച്ചത്. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന കർശന നിലപാടിലാണ് അദ്ദേഹം. മാത്രമല്ല, ഇസ്രയേലിന് $151 ദശലക്ഷം പുതിയ ആയുധ വിൽപ്പനയ്ക്ക് അമേരിക്ക അംഗീകാരം നൽകുകയും ചെയ്തു. ഈ ആഗോള പ്രതിസന്ധിയുടെ അലയൊലികൾ ഇന്ത്യയിലും എത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു അമേരിക്കൻ അന്തർവാഹിനി ഇറാന്റെ ഒരു കപ്പൽ മുക്കിയതിനെ തുടർന്ന് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഇറാനിയൻ നാവികസേന കപ്പലായ IRIS ലാവൻ കൊച്ചിയിൽ നങ്കൂരമിട്ടതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ സമാധാനത്തിനായുള്ള വാതിലുകളെല്ലാം കൊട്ടിയടയ്ക്കപ്പെടുകയാണ്. അനുദിനം വർദ്ധിക്കുന്ന ആൾനാശവും വൻശക്തികളുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും നൽകുന്ന സൂചന ഒന്ന് മാത്രമാണ്: യുദ്ധം കൂടുതൽ വിനാശകരമാകുകയാണ്. ഇതിനൊരു സമാധാനപരമായ പരിഹാരം എപ്പോൾ സാധ്യമാകുമെന്നത് ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.